ഹായ് ഹലോ. അപ്പോൾ സമ്മർ കളക്ഷൻ സീരീസിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഷോർട്ട് ടോപ്പ്. അതും 8-9 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. 6 ആണ് ഷോൾഡർ എടുത്തേക്കുന്നത്, താഴോട്ടും 6 എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ മെഷർമെൻറ്റ് 8.5 ആണ്. ഫോർമുല അറിയാമല്ലോ, ചെസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് സീം അലവൻസ് ഞാൻ ഇവിടെ 2 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് 8.5 ആണ് ആൻസർ കിട്ടിയേക്കുന്നത്. ഇനി വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുവാണ്. അവിടെയും ഞാൻ 8.5 തന്നെയാണ് കൊടുത്തേക്കുന്നത്. ടോട്ടൽ ലെങ്ത് ആയിട്ട് ഞാൻ 21 ഇഞ്ചസാണ്. ഇതിപ്പോൾ 42 ഇഞ്ച് വരുന്ന ഫാബ്രിക്കാണ്. അതിനെ ഞാൻ രണ്ടായിട്ട് മടക്കി 21 ആയിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം മാർക്ക് ചെയ്തു. ഇനി കൈക്കുഴിയും കൂടി നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഈ ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒന്ന് എൻ്റെ ചെറിയ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിതെല്ലാം കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മൾ നോർമലി കഴുത്തൊക്കെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്തിന് ഞാൻ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഫുൾ സ്ലീവും അല്ല, എന്നാൽ എൽബോയുടെ അത്രയല്ല, എൽബോയിനേക്കാളും കുറച്ച് താഴേക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൈക്കുഴി എനിക്ക് 7.5 ആണ് കിട്ടിയേക്കുന്നത്. അപ്പം ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലെങ്ത്ത് 15 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു ബെൽ സ്ലീവ് പോലെ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ പാളിപ്പോയി. താഴെ കുറച്ചും കൂടി വീതി വേണമായിരുന്നു, എങ്കിൽ ബെൽ സ്ലീവ് കറക്റ്റായിട്ട് ആവുമായിരുന്നു. ഇതിപ്പോൾ അത്രയും ബെൽ സ്ലീവിൻ്റെ അത്രയും താഴത്തേക്ക് വരുന്ന ആ ഫ്ലെയർ വന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. കട്ടിങ് സെയിം ഇതുപോലെ തന്നെയാണ്, പക്ഷേ താഴത്തേക്കുള്ള ഫ്ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഫ്ലെയർ കുറച്ചും കൂടി വേണമായിരുന്നു, എങ്കിൽ കറക്റ്റായിട്ട് നിന്നേനെ. അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ബാക്കിലൊരു കെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബോഡി ഷേപ്പ് ചെയ്യുന്നില്ലേ, ആ ഭാഗത്ത് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്തു. അല്ലാതെ സ്പെഷ്യലായിട്ട് അവിടെ കട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ഷേപ്പിൻ്റെ അവിടെ മാത്രം നമ്മൾ ഇതുപോലൊരു കെട്ട് വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത്രയും ലെങ്ത്ത് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് എടുത്തത്. ഇത് ഏകദേശം 21 ഇഞ്ചസ് ലെങ്ത്ത് ഉണ്ട്. നമ്മുടെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കി വെച്ചേക്കുന്ന ടൈ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കാണാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.